ഇപ്പൊ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മാരേജ് എന്നാണ് എല്ലാവരും അതിൽ ചോദിക്കുന്ന കമന്റ്. അപ്പൊ നിങ്ങൾ പറയും നിങ്ങളുടെ മാരേജ് എപ്പോഴാണ്? ഫ്യൂച്ചറിൽ അമ്മയ്ക്ക് അത് ഭയങ്കര താല്പര്യമാണ് നിങ്ങളുടെ കാര്യത്തിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. ആദ്യം അമ്മയോട് പറഞ്ഞപ്പോ അമ്മ എന്താ പറഞ്ഞത്? എനിക്ക് ഇതുപോലെ ഒരാളെ ഇഷ്ടമാണ്, ബെസ്റ്റ് ഡ്രൈവർ ആണെന്ന്. അത് വേണമെന്ന് പറഞ്ഞു. തളർത്തി, അവിടെ ഇരുത്തിക്കൊണ്ട് തളർത്തി. പക്ഷെ രണ്ടാമത്തെ ഒരു മാരേജ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു റിലേഷനിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ കോമൻസും അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ പ്രശ്നമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറട്ടെ, ഞങ്ങളുടെ റിലേഷൻ ആയത് ഞാൻ ഇവരുടെ റിലേറ്റീവിനും ഇവന്റെ അമ്മേനെയോ ഇവന്റെ ആരെയും കണ്ടിട്ടല്ല ഞങ്ങളെ റിലേഷൻ ആയത്. അതെ, അതുള്ളത് പറഞ്ഞല്ലോ. ഞാൻ ഇവന് എന്നെ നോക്കാന്ന് പറഞ്ഞ് എന്നെ നോക്കുന്നുണ്ട്. സോ ഞാൻ എനിക്ക് ഇവന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. മനസ്സിലായോ? ഹൈറ്റിന്റെ കാര്യം ഓക്കെ വന്നു, ഡിവോഴ്സിന്റെ കാര്യം ഓക്കെ വന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും പറയണോ? അതിപ്പോ കൊച്ചിന്റെ കേസ് സ്വന്തം ചോരയല്ല, ഇത് നിന്റെ അല്ലല്ലോ, ഇത് വേറെ ആളുടെ അല്ലേ, അങ്ങനെ കുറെ കമന്റ്സ് വരും. ഞാൻ അശ്വതി, ഗ്ലോബൽ നെറ്റ്വർക്കിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇൻഫ്ലുവൻസറായ ഋതുവും അതുപോലെ തന്നെ വൈശാഖുമാണ്. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം. നമസ്കാരം. നമ്മളിത് മൂന്നാമത്തെ ഇന്റർവ്യൂ ആണ്. ഇവരുടെ 40K ഫോളോവേഴ്സ് തൊട്ട് അതിനുശേഷം ഓരോ ഉയർച്ചയിലും ഞാൻ ഇന്റർവ്യൂ എടുക്കാറുണ്ട്. പക്ഷെ ഇന്നൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇന്ന് ചേച്ചിയുടെ കൊച്ചുണ്ട് നമ്മളോട്. നമുക്ക് അതിന് ഞാൻ ആദ്യമായിട്ടോ ഇന്റർവ്യൂ ഇച്ചിരി ഹാൻഡിൽ ചെയ്യാൻ പാടാ. ഹലോ, ആ ഫോണൊന്ന് മാറ്റുമോ? ചേച്ചി വിളിക്കുന്നു. ഹായ് കൊടുക്ക്. തളർത്തി നീ മൂടിന്ന്. മോനെ പേരെന്തുവാ? പേര് പറ. പേര് പറയില്ല. എന്നെ ഇത്രക്ക് താഴെ ഒരു പെങ്കൊച്ച് നിന്നപ്പം അതിനെ പോയി കൈ പിടിച്ചിട്ട് നമ്മളെ മൈൻഡില്ല. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം സുഖം. ഇപ്പൊ എങ്ങനെ പോകുന്നു ഈ സോഷ്യൽ മീഡിയ ലൈഫൊക്കെ? അത്യാവശ്യം കുഴപ്പമില്ലാതെ. ഇപ്പൊ ചേട്ടൻ കുറച്ചൊന്ന് എക്സ്ട്രോവേർട്ടായി വരുന്നില്ലേ? പണ്ടൊക്കെ ഇച്ചിരി സംസാരിക്കുക ഇച്ചിരി പാടായിരുന്നു ഇന്റർവ്യൂ എടുക്കുന്നത്. ഇപ്പം എങ്ങനെയുണ്ട് ഈ സോഷ്യൽ മീഡിയ ലൈഫാണോ കൊള്ളാം, ബസ് ഒട്ടിക്കുന്നതാണോ കൊള്ളാം? അങ്ങനെ രണ്ടും കൊള്ളാം. രണ്ടും കൊള്ളാം. ഇപ്പം ബസ് ഡ്രൈവർ എന്ന് കേൾക്കുമ്പോ എനിക്കിപ്പോ ഓർമ്മ വരുന്ന ഇപ്പൊ ഓരോ ബസ്സിലെ ഇഷ്യൂസ് ഒക്കെയാണ്. അതിനെ പറ്റി കണ്ടായിരുന്നു ഒരു പ്രൈവറ്റ് ബസ്സിൽ ഒരു പുള്ളിക്കാരിയുടെ ഒക്കെ. അതുപോലെ എന്തെങ്കിലും ബസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഇൻസിഡന്റ്? ബസ് ഓട്ടിക്കുന്നത് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഫ്രണ്ടിലാണല്ലോ, അല്ല അതുപോലെ ബസ്സിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്വന്തമായിട്ട് പോകുന്ന ബസ്സിൽ ഇപ്പൊ ആരെങ്കിലും അങ്ങനെയൊന്നും കേട്ടിട്ടില്ല? ഞാൻ പോണ വണ്ടിയിൽ അങ്ങനെ ഒന്നും കേട്ടില്ല, വരാറില്ല. ഓക്കെ, ചേച്ചിക്കോ അങ്ങനെ എന്തെങ്കിലും? അതെങ്ങനെ ഒരു ഫ്രണ്ടിലായിരിക്കുന്നത്? ഡ്രൈവർ ചേട്ടൻ അവിടെ ഇരിക്കുവാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, പിന്നെ ആരും ഒന്ന് നോക്കാനാണ്. ഓക്കെ, ഇപ്പം കുറെ നാൾക്ക് നിങ്ങളുടെ ഹൈറ്റിന്റെ ഒരു ഇത് വെച്ചായിരുന്നു റീൽസ് ഭയങ്കര വൈറലായിക്കൊണ്ടിരുന്നു. പക്ഷെ അതൊക്കെ നിങ്ങൾ മാറി ഇപ്പം രണ്ടുപേരും ഒന്നിച്ച് കുറെ കപ്പിൾ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഇപ്പോഴും കുഞ്ഞിന്റെ കാര്യമാണ് ഒരു നെഗറ്റീവ് എപ്പോഴും വന്നു. എന്താ പറയാനുള്ളത്? അത് ചിലര് ഹൈറ്റിന്റെ കാര്യം ഓക്കെ വന്നു, ഡിവോഴ്സിന്റെ കാര്യം ഓക്കെ വന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും പറയണോ? അതിപ്പോ കൊച്ചിന്റെ കേസ് സ്വന്തം ചോരയല്ല, ഇത് നിന്റെ അല്ലല്ലോ, ഇത് വേറെ ആളുടെ അല്ലേ, അങ്ങനെ കുറെ കമന്റ്സ് വരും. അതിന് വലിയ മൈൻഡ് ആക്കാറൊന്നുമില്ല. പക്ഷെ എനിക്ക് വെച്ചാൽ ചേച്ചിയെ കാട്ടിയും കുഞ്ഞ് കംഫർട്ട് ചേട്ടനോടാണ്. ചേച്ചി പറഞ്ഞ ഒന്നും കേൾക്കുന്നില്ല. ആക്ച്വലി നമ്മൾ നോക്കിയപ്പോ ചേച്ചി ഒരു മൈൻഡിൽ. പക്ഷെ ചേട്ടൻ പറഞ്ഞ കേൾക്കും. ചേട്ടൻ എങ്ങനെയാ മുന്നെടുത്ത്? ഞാന് ഇതുപോലെ കമ്പനിയായി പെട്ടെന്ന്. എന്താ വിളിക്കുന്നത്? പെപ്പേന്നാണോ വിളിക്കുന്നത്? വിളിക്കുന്നത്. നോക്കൂ ഒന്ന് ഇപ്പോ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് കമന്റ്സ് വരുന്ന ആദ്യം നിങ്ങളുടെ ഹൈറ്റിന്റെ ആയിരുന്നു. അതെല്ലാരും സോൾവ് ആയി. പിന്നെ ഡിവോഴ്സിന്റെ ആയിരുന്നു. പക്ഷെ ചേച്ചി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, പുള്ളി രണ്ടാമത്തെ വിവാഹം ഡിവോഴ്സ് ആയിരുന്നു. അതിപ്പോ ആക്ച്വലി ഇപ്പൊ എന്തായി? അവര് ഡിവോഴ്സ് ആയി. അവര് പിന്നെ ഡിവോഴ്സ് ആയി. പുള്ളി ഇപ്പൊ പിന്നെ മൂന്നാമത് കെട്ടുമായിരിക്കും, അതെനിക്കറിയത്തില്ല. ആ സംഭവം ഇട്ട സമയത്ത് എന്തൊക്കെയാ ആൾക്കാര് മെസ്സേജ്? അതിന് മുമ്പ് ഒരു ചേച്ചി ഒരു നെഗറ്റീവ് ആയിരുന്നു. അതായത് ഹസ്ബൻഡിനെ കളഞ്ഞിട്ട് ഒരു ബസ് ഡ്രൈവർ കൂടെ പോയി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എന്റെ ഭാഗത്താണ് ശരിയെന്ന് പുള്ളി രണ്ടാമത് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയപ്പം എല്ലാവർക്കും അത് മനസ്സിലായി. സോ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും നേരത്തെ കുറച്ച് നെഗറ്റീവ് ഉണ്ടെങ്കിലും ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പറയും നിങ്ങളുടെ മാരേജ് എന്നാണ്, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള. അതിൽ എന്നാലും ഒരു 10 കമന്റ്സിൽ 2 കമന്റ്സ് മാത്രം നെഗറ്റീവായിട്ട് കൊച്ചിനെ വെച്ചിട്ട് പറയും. കൊച്ചു സ്വന്തം അല്ലല്ലോ, ചോരയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു വരും. അത്രേ ഉള്ളൂ. പക്ഷെ കൂടുതലും ഇപ്പൊ സ്വന്തം ചോര കൊല്ലുന്ന മനുഷ്യരും ഈ റീസെന്റ് ആയിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ആക്ച്വലി ചേട്ടൻ ഈ നെഗറ്റീവ് കമന്റ്സ് ചേട്ടൻ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? ചേട്ടന്റെ കൊച്ചിലല്ലോ വേറെ ട്രോഫി ഒരു കമന്റിന് പോലും റിപ്ലൈ കൊടുക്കത്തില്ല. ഞാൻ ഇഗ്നോർ ആണ്. ചേട്ടന് ബസ് ഒട്ടിക്കാണ് ഓരോ പരിപാടി ഉണ്ട്. അതിനിടയ്ക്ക് ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ ചേട്ടന് ടൈമില്ല. അതാണ് ഇപ്പൊ ഇങ്ങനെ കൂടുതലും ചേട്ടൻ ചിരിച്ചോണ്ടല്ലേ വീഡിയോയിൽ പറഞ്ഞു. ഇവര് ഉറങ്ങുമ്പോ പോലും ചിരിച്ചോണ്ട് കിടക്കണത്.
കമന്റ് അതെയാണ്, ഇവൻ ഫുൾ ടൈം ചിരിയാണ്, ഇവന് ഉറങ്ങാൻ പോലും ചിരിച്ചോണ്ടാണ്. അത് നല്ലല്ലേ, നമ്മളെപ്പോഴും ചേട്ടനെ എപ്പോഴും വന്നു തുടങ്ങി ചിരിച്ചോണ്ടിരിക്കും, എപ്പൊ നോക്കിയാലും ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ നിങ്ങളപ്പോ വഴക്കൊന്നും നടത്തില്ല, ചേട്ടൻ എപ്പോഴും ഇങ്ങനെ പാവം പാവം പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിലൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും? പ്രശ്നങ്ങളുണ്ടാവും, സോൾവ് ചെയ്തു. അതോ എല്ലാ റിലേഷൻഷിപ്പിലുള്ള കോമൺ ആയിട്ട് അത്രേ ഉള്ളൂ. ആരാ അപ്പൊ സോൾവ് ചെയ്യുന്നത്? അത് ഞാൻ തന്നെ സോൾവ് ചെയ്യും. സാധാരണ ആണുങ്ങളല്ലേ? അല്ല, സാറ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനാണ്. ഓ, അല്ല, പ്രശ്നം പെണ്ണുങ്ങൾ ഉണ്ടാക്കിയാലും ആണുങ്ങളാണല്ലോ സോൾവ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ അപ്പോഴും ചിരിച്ചോണ്ടിരിക്കൂ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എന്തെങ്കിലും ചീത്തയൊക്കെ പറഞ്ഞു എപ്പോഴും തന്നെ പറയും ഇനി മേലെ എന്നെ ഫോണിലേക്ക് വിളിക്കരുത്. അപ്പൊ ഞാനും പറയും ശരി ഓക്കെ നിർത്തുവാന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും കേസിന് ഞാൻ വിളിക്കും, പിന്നെ ഞങ്ങളത് മറക്കും. അത് ഞങ്ങൾ പുള്ളിയുടെ ഒരു പോസിറ്റീവാണ്, എന്റെ ഒരു പോസിറ്റീവാണ്. അത് വെച്ചോണ്ട് മനസ്സിലിരിക്കാറൊന്നുമില്ല. ഇപ്പൊ അടുത്തൊരു കാര്യം എന്തെങ്കിലും ബസ്സിൽ എന്തെങ്കിലും കുറ്റം പറയും, ആ അല്ല അങ്ങനെയാണല്ലേ, പുള്ളിക്ക് കുടുംബശ്രീ സ്വഭാവം ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ മാനേജ് ചെയ്തു പോകും. ഇപ്പൊ ചെയ്യണോ ഡയറക്റ്റ്ലി ഇപ്പൊ ബസ്സിൽ കുറെ ഇപ്പൊ ഡ്രൈവേഴ്സ്മാരെല്ലാരെയും പരിചയമുണ്ട്. ഇപ്പൊ എറണാകുളത്തായാലും ഇവർ ആരെങ്കിലും ഒരിക്കലെങ്കിലും ആരുടെയും പേര് പറഞ്ഞു നേരിട്ട് പറഞ്ഞിട്ടില്ലേ, എടാ ഒരു കുഞ്ഞൊക്കെ ഉള്ള കുട്ടിയല്ലേ അത് വേണ്ട, അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പണ്ട് തുടങ്ങിയ സമയത്തൊക്കെ പറഞ്ഞിട്ട്, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അപ്പോഴും ഇഗ്നോർ ചെയ്തു, മൈൻഡ് ചെയ്തില്ല. ഇല്ല, ഇപ്പൊ അവരെ സപ്പോർട്ടാ. ഇപ്പൊ അവര് സപ്പോർട്ടാ. ഇപ്പൊ നിങ്ങൾ കൂടുതലും കുറെ പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. അപ്പം ചേട്ടന് വിചാരിച്ചിട്ടുണ്ടോ ബസ്സിൽ ഓട്ടിക്കുന്നതിനും കാട്ടിയും കൊള്ളാം സൈഡിലൂടെ പ്രൊമോഷൻ ആകുമ്പോ കിട്ടുന്നുള്ളത്? അത് ശരിയാ, 10 ദിവസം പോണ പൈസ 1/2 മണിക്കൂർ കൊണ്ട് ഒരു പ്രൊമോഷൻ പോയി കിട്ടുന്നുണ്ട്. സംഭവം ഇത് ആക്ച്വലി ഒരു സോഷ്യൽ മീഡിയ ഒരു സാധനം, കുറച്ച് മാർക്കറ്റിംഗ് ആണ്. അതെ അതെ, നമ്മൾക്ക് ഈ എല്ലാരും പറയുന്ന കേട്ടുണ്ട് നമ്മൾ മന്ത്ലി ജോലി ചെയ്യുന്നത് ഒറ്റ വീഡിയോക്ക് കിട്ടാറുണ്ടെന്ന്. അതുകൊണ്ട് ഇപ്പൊ ചേട്ടാ അറിയാം, ഞാൻ നോക്കുമ്പോ ബെസ്റ്റ് അല്ല, ഒരാഴ്ച പോയിട്ടില്ല, ഒരാഴ്ചയായിട്ട് പോയിട്ടില്ല. പറഞ്ഞു ഒരു പ്രൊമോഷൻ ഉണ്ട് അതുകൊണ്ട് ലീവ് എടുക്കുക, ഒരാഴ്ചത്തേക്ക് പോയിട്ടില്ല. ആ ബെസ്റ്റ് കൊള്ളാം. ഞാൻ ബസ്സിൽ ചേട്ടൻ നിങ്ങളെ മുതലാളി ആക്ച്വലി ഒന്നും പറയത്തില്ലേ നിങ്ങൾ ഈ ലീവ് ഒക്കെ? പുള്ളി ഫുൾ സപ്പോർട്ടാണ്. ഇപ്പൊ ഞങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും പറയും, ഞാൻ വണ്ടിയിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ എല്ലാരും പറയും ഇതൊക്കെ മുതലാളി കാണുന്നുണ്ടോ, നിങ്ങളുടെ വണ്ടിയാണെന്ന് കരുതി. സത്യം പറഞ്ഞാൽ പുള്ളി പുതിയ ചേസ് എടുത്തപ്പോ എന്നെയും കൂടെ കൂട്ടിയിട്ടാ പോയത് വീഡിയോസ് ഒക്കെ എടുക്കാൻ. നമുക്കൊരു പ്രയോറിറ്റി വന്നിട്ടുണ്ട്. ആ ഒരു വണ്ടി ഞങ്ങളാണ് ഏൽപ്പിച്ചേക്കുന്നത് പോലും. അതിലെന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ നോക്കും, സ്വന്തം വണ്ടി പോലെ എന്ന് പുള്ളിക്ക് അറിയാം. അതായത് ഇവരുടെ റൂട്ടില് എറണാകുളം മൂവാറ്റുപുഴ റൂട്ടില് 10 വണ്ടിയില്ലേ പുള്ളിയുടെ ആണ്. അതിന്റെ ഒരു അഹങ്കാരവും ഇല്ല. എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയും. ഇപ്പൊ അങ്ങനെയാണ്, അതായത് പുള്ളി എല്ലാം കാണുന്നുണ്ട്. പക്ഷെ അത് ബാക്കിയുള്ളവർക്കാണ് പ്രശ്നം, നിങ്ങൾ മുതലാളി ഒന്നും പറയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളൊരിത്. ചേട്ടന് ഒത്തിരി ഫാൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ ഇങ്ങനത്തെ റീൽസ് ഒക്കെ ഇടാൻ എവിടെ. അപ്പൊ എങ്ങനെയായാലും പെൺകുട്ടികൾ ഇപ്പം ചേച്ചി ഇല്ലാത്തൊരു ദിവസം ബസ്സിൽ വന്നിട്ട് ചേട്ടാ ഏത് ചോദിക്കണേ അല്ല ഇൻസ്റ്റയിലുള്ള അത് ചോദിക്കാറുണ്ട്. വേറൊന്നും പറയാറൊന്നുമില്ല. വേറൊന്നും പറയില്ല, അങ്ങനെ ഫാനാണ് എന്നൊക്കെ പറഞ്ഞ പെൺപിള്ളേർ എനിക്ക് പറയണ്ട് ചേട്ടനെ കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറയും. പക്ഷെ എന്റെ എങ്ങനെ ആരും കാണണമെന്ന് പറയുന്നു. ചേട്ടനെയാണ് കാണാൻ ഗേൾസ് പറയാറുണ്ട്. ചേട്ടൻ എപ്പോഴും ആലുവ ചാനൽ വരുന്ന ചേച്ചി നമ്പർ തരാമെന്ന് ചോദിക്കും. ഞാൻ കുശിമുള്ളതുകൊണ്ട് ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല. ആലുവയിലാണ് അപ്പൊ ആലുവ. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ ചേച്ചി എന്നും സ്ഥിരം ബസ്സിൽ പോകും, എല്ലാ വീഡിയോ നോക്കുമ്പോൾ ചേച്ചി ബസ്സിൽ ഇങ്ങനെ ഫ്രണ്ട് സീറ്റ്, ആ ഫ്രണ്ട് സീറ്റ് ഋതു ചേച്ചിക്ക് ഒഴിച്ചൊട്ടിക്കുന്നതാണ്. ഞാൻ നോക്കുമ്പോ ഒറ്റ വീഡിയോയിലും വേറെ ആരും അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചെന്നാലും മാറിക്കൊടുക്കാൻ ഞാൻ തരാൻ ഞാൻ പറയാറില്ല. ഇപ്പൊ ചെല്ലുമ്പോ എല്ലാരും ഡെയിലി പോകുന്ന ആൾക്കാരാണല്ലോ, അപ്പൊ എല്ലാം ഞങ്ങൾ ഒരു ഫാമിലി പോലെയാ. അപ്പൊ ചെല്ലുമ്പോ വന്നിവിടെ ഇരിക്കും. ഇപ്പൊ തമാശക്ക് പോണറ്റിലേക്ക് തിരക്കാണെന്ന് ചോദിക്കും, ഞാനൊന്നും അവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ എന്നോട് ചോദിക്കും. ഞാൻ പറയാം എന്നോട് എന്തിനാ ചോദിക്കുന്നത്, നമ്മളെ കളിയാക്കിയൊക്കെ പറയും. ഞാനും പോകുന്നു ബസ്സിൽ. ഒരു ദിവസം പ്രൈവറ്റ് ബസ്സിലേക്ക് പോകാല്ലേടാ. പ്രൈവറ്റ് ബസ്സിൽ സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട് വെച്ചാ പ്രൈവറ്റ് ബസ്സില് ചേട്ടന്മാരും കിളികളൊക്കെ ഭയങ്കര കോഴികളായിരിക്കും. അതിലൊരു ഇതില്ലാതെ വെച്ചാൽ KSRTC പോയി. പക്ഷെ ഇപ്പൊ ഞാൻ പ്രൈവറ്റ് ബസ്സിലാണ് കൂടുതലും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓഫീസിലോട്ട് വരണമെങ്കിൽ പ്രൈവറ്റ് ബസ്സാണ് കൂടുതൽ കിട്ടുന്നത്. അതിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായി പ്രൈവറ്റ് ബസ് സത്യം പറഞ്ഞാൽ സേഫ് ആണ്. ആക്ച്വലി അതെല്ലാം കുറെ ഫാമിലീസും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. KSRTCയിലാണ് എനിക്ക് ആക്ച്വലി KSRTC പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യത്തില്ല, അല്ല ഡ്രൈവർ ആയാലും കണ്ടക്ടർ ആയാലും. പക്ഷെ പ്രൈവറ്റിൽ എങ്ങനെയല്ല, എല്ലാവരും പറയും പ്രൈവറ്റിൽ ഭയങ്കര കഞ്ചാവാണോ മറ്റേതാണോ എന്നൊക്കെ പൊതുവെ എല്ലാവരും പറയും. പക്ഷെ പ്രൈവറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വണ്ടിയിലെ ആൾക്കാരെ ഇടപെടും, ചോദിക്കും. ഞാനിങ്ങനെ റോഡിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ട് ഈ പ്രൈവറ്റ് ബസ്സിൽ അപ്പുറത്തെ ഇപ്പുറത്തെ വണ്ടിയിലുള്ളവരൊക്കെ ഇങ്ങനെ വഴക്കിടുന്നു. ഈ ആ റൂട്ടിൽ പോയെന്ന് ആദ്യ റൂട്ടിൽ പോയി, അല്ലെങ്കിൽ ഫസ്റ്റ് ബസ് കയറുന്ന ഒരാൾ ടൈമിങ്ങിന് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളിപ്പോ അങ്ങനെ പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഉണ്ട് ടൗണിലൊക്കെ ഉള്ളൂ. നമുക്ക് ഞാൻ ഓടിക്കുന്ന വണ്ടിയിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. സിറ്റി ബസ്സിലൊക്കെ എറണാകുളം അതിപ്പോ തെറ്റ് പറഞ്ഞ കാര്യമില്ല. ഈ 2 മിനിറ്റ് 3 മിനിറ്റ് ഗ്യാപ്പിൽ ആ സമയത്ത് ഒരു ബ്ലോക്ക് കിട്ടി കഴിഞ്ഞാൽ തീർന്നില്ലേ, അപ്പൊ സമയം മൊത്തം തെറ്റൂലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു കുഴപ്പമുള്ളൂ. ഇപ്പൊ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മാരേജ് എന്നാണ് എല്ലാവരും അതിൽ ചോദിക്കുന്ന കമന്റ്. അപ്പൊ നിങ്ങൾ പറയും നിങ്ങളുടെ മാരേജ് എപ്പോഴാണ്? ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും.
ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും. അതിങ്ങനെ കൊറേ നാളിങ്ങനെ നീട്ടി നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യല്ലേ? എല്ലാരും വെയിറ്റ് ചെയ്യല്ലേ? അപ്പൊ ഒരു പെട്ടെന്നൊരു എല്ലാരും ക്യൂരിയോസിറ്റിയോടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിക്കണം അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ഏജ് ഒക്കെ ഇങ്ങനെ പോവും അങ്ങനെയൊന്നും ഞങ്ങൾ ഒരു വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. ഒരു വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കണം അങ്ങനെയൊന്നും ഇല്ല. ഒന്ന് സ്റ്റേബിൾ ആയിട്ടുള്ളൂ. സ്റ്റേബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, കല്യാണം കഴിക്കട്ടെ. ഏഞ്ചൽ കല്യാണം കൊച്ചല്ലേ, സമയമുണ്ടല്ലോ ഉടനെ എനിക്ക്. അപ്പൊ എന്താണ് ഋതു ചേച്ചിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞോളൂ, വാലന്റൈൻസ് ഡേ ആണ് കേട്ടോ സാറ്റർഡേ. ഞാൻ പറഞ്ഞു ബലൂൺ വെക്കാന്ന് പറഞ്ഞു ബസ്സിൽ. ഞാൻ പറഞ്ഞേ സാറ്റർഡേ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞപ്പോ ശരിയാ വണ്ടിയിൽ ബലൂൺ വെക്കണമെന്ന്. നമ്മളെല്ലാരും വാലന്റൈൻസ് എന്തെങ്കിലും ഗിഫ്റ്റ് തരണം, ഡേറ്റിന് പോകണം, അങ്ങനെ. ഇത് വണ്ടി പ്രണയിച്ച വണ്ടി കഴിഞ്ഞിട്ടേ ഋതു ചേച്ചി ഉള്ളോ? അങ്ങനെയാണോ? ഞാനെന്ത് കൊടുത്തു ചോദിച്ചു. ഋതു ചേച്ചി എന്താ അപ്പൊ കൊടുക്കുന്നത്? എനിക്ക് സ്റ്റഡ് കൊടുത്തു. പ്രമോഷൻ ഉണ്ടായിരുന്നു, ആ ഗ്യാപ്പിൽ ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുത്തു. അപ്പൊ അവിടെ എന്തെങ്കിലും ഇച്ചിരി കുടിത് കൊടുക്കണമല്ലോ, അങ്ങനെയാണല്ലോ. അങ്ങനെയൊന്നുമില്ല. അപ്പൊ എന്താണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ പറയരുത് ഇവിടെ, അതെങ്കിലും ചെറിയ സസ്പെൻസ്. ഓക്കെ, ആ ഓർഡർ ഒക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? മറ്റേ ടെഡിയിലേക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നു, അതൊന്നും അത് നോക്കുന്നവരുണ്ട്. ഞാൻ ഫോളോ പോലും ചെയ്തിട്ടില്ല. വാലന്റൈൻസ് ഡേ വരെ ഞാൻ മറ്റേ ട്രോളിൽ ഇൻസ്റ്റാഗ്രാമില് ഇത് മേടിച്ചിരുന്ന ഉറപ്പുള്ളവർക്ക് അയച്ചു കൊടുക്കും. വാലന്റൈൻസ് ഡേക്ക് ഡയറി മിൽക്ക് ഞാനത് അയച്ചു കൊടുക്കും. അതിന് വാങ്ങി തന്നില്ലേ തന്നെങ്കിലും മേടിച്ച് കഴിക്കാം, അത് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പം ഈ വാലന്റൈൻസ് ഡേ വീക്കെൻഡ് ഒത്തിരി കപ്പിൾസ് ഒക്കെ ബസ്സിലൊക്കെ ഇങ്ങനെ കാണാറുണ്ടോ? കോളേജ് സ്കൂൾ പിള്ളേരെ? കാരണം ഒരാഴ്ച അവധിയായിരുന്നല്ലോ, അതുകൊണ്ട് ഇപ്പം എന്നെ തന്നെ കണ്ടോണ്ടിരിക്കണേ, അതുകൊണ്ട് വേറെ അതും കാണുന്നില്ല. ഓക്കെ, അപ്പോ നിങ്ങളിപ്പോ ഒത്തിരി പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം, വേറെ ഇതൊന്നും വേണ്ട, ഇത് തന്നെ യൂട്യൂബ് അങ്ങനെ എങ്ങനെ ഇൻകം ആയിട്ട് പോവാൻ? എനിക്ക് അങ്ങനെ വേറെ തോന്നിയിട്ടുണ്ട്, പക്ഷെ എനിക്കത് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കപ്പം ഞാൻ ഒറ്റയ്ക്ക് എന്ന സമയത്തൊന്നും നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ ഇപ്പൊ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എന്ത് വിലയാന്ന് അറിയാമോ? ആ ഒരു സംഭവം ഉള്ള കേസാ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞങ്ങൾ ഒരു ജ്വല്ലറി പോയി, അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സാറ് പോലും നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു രീതി. പക്ഷെ സാധാരണ നമ്മുടെ കൂടുതൽ ആൾക്കാർ നിങ്ങൾ ഓരോന്നൊക്കെ ചെയ്തു, നമുക്കൊരു പുല്ലുവില തരുന്നേ, പക്ഷെ നമുക്ക് വില തരേണ്ടടുത്ത് നമുക്ക് വില തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഇപ്പൊ നമ്മൾ പൈസ ഇല്ലെങ്കിൽ പോലും അവര് ചിലപ്പോ അവരുടെ പഠിച്ച രീതിയായിരിക്കും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നും, സന്തോഷം. കാരണം നമ്മളെക്കാൾ എന്തിന് ഇവര് മുതലാളി വരെ എന്നെ വിളിച്ചെന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര അഭിമാനമായിട്ടുള്ള കേസാണ്. പണ്ട് നമ്മൾ ഈ കടയിൽ നിന്ന് ഡ്രസ്സ് എടുക്കണം, അല്ലെങ്കിൽ ഈ ഷോപ്പിൽ എപ്പോഴെങ്കിലും കയറണമെങ്കിൽ ആ ഷോപ്പിൽ നിന്ന് നമ്മളൊരു പ്രൊമോഷൻ വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ നമ്മള് ചെയ്തോണ്ടിരിക്കുന്നിടത്ത് തന്നെ ഇപ്പൊ 3 വട്ടം വിളിച്ചിട്ടുണ്ട്, 2 വട്ടം വിളിച്ചവരുണ്ട്, ഓരോ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉള്ളതുകൊണ്ടായിരിക്കില്ല നമ്മൾ വിളിക്കുന്നത്, ചൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇത് ഓക്കെ, നിങ്ങളുടെ ഈ ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ഒക്കെ ഇടയ്ക്ക് വൈറലായിട്ടുണ്ട്. ഒരു ബ്രൈഡൽ ചെയ്തിട്ടുണ്ട്, ബ്രൈഡൽ അല്ല, ലൈക്ക് ഒരു ട്രഡീഷണൽ സാരിയും അതും ഇതും. ആ സമയത്തല്ലേ നിങ്ങളുടെ കല്യാണമായോ എന്ന് വിചാരിച്ചു. അതെന്തുവായിരുന്നു ആക്ച്വലി? ചുമ്മാ ഒരു ഫോട്ടോഷൂട്ട് എല്ലാരും പറ്റിക്കുക, ഇപ്പൊ കിട്ടും എല്ലായിടത്തും വേണ്ടി നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ടൈമായിട്ട് ഫിനാൻഷ്യലി ഓക്കെ ആയിട്ട് എന്തിനാണ് വേറെ. ഇപ്പൊ എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ചേച്ചിക്ക് ഒരു കുട്ടിയുണ്ട്, പക്ഷെ ചേട്ടന് അതൊരു പ്രശ്നമേ അല്ല. ചേട്ടൻ അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? ചേട്ടന്റെ മോനെ പോലെ അപ്പൊ ചേട്ടൻ എന്താ പറയാനുള്ളത്? അതെ പറയൂ. വേറെ ഒന്നുമല്ല, വേറെ പ്രത്യേകിച്ചായിട്ട് അതിന് പറയാനൊന്നുമില്ല. നമ്മള് വേറെ ആരും ബോധിപ്പിക്കാൻ നിൽക്കണ്ട, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പറഞ്ഞോണ്ടിരിക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ രീതിയിൽ നോക്കി ഞങ്ങൾ ക്യാഷ് ഇവിടെ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. ഞാനൊരു കമന്റ് ഉണ്ടായിരുന്നു, ഇതിപ്പോ ചുമ്മാ റീൽസിന് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇതിനായിരിക്കും നിങ്ങൾ ആ ഒരു കെയറിങ് കൊച്ചിനോട് കാണിക്കുന്നത്. കുറെ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കുട്ടി ജനിക്കുമ്പോൾ അങ്ങനത്തെ ഒരു കുറെ ഇത് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനോട് എന്താ ചേട്ടന് പറയാനുള്ളത്? അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അതിനൊരു മാറ്റം കൊച്ചിന് 6 മാസം മുതൽ പരിചയമില്ല, പിന്നെ ഞങ്ങൾക്ക് ഒരു കുട്ടി വേണം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അതിനെ തന്നെ നോക്കാൻ പാടാ. ഇവിടെ കണ്ടില്ലേ, ഫോണില്ലാതെ ഇരിക്കത്തില്ല. പക്ഷെ ഈ കുഞ്ഞുപിള്ളേർക്ക് ഫോൺ ഇങ്ങനെ കൊടുക്കുന്നത്, എല്ലാരും നിങ്ങൾ ഫോൺ കൊടുക്കുന്നത് അത്ര നല്ല ശീലമല്ല എന്ന് പറയും. പക്ഷെ ആക്ച്വലി അടങ്ങി ഇരിക്കണമെങ്കിൽ നമ്മൾ ഈ ഫോൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണത്? അത് ശരിയാണ്, ഫോൺ കൊടുക്കരുത്. പക്ഷെ ഇത് ഇപ്പൊ പെട്ടെന്ന് തന്നെ എന്റെ അമ്മയാണ് നോക്കിയത്. പെട്ടെന്ന് എന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ ഏഞ്ചലിനെ കണ്ടപ്പോ അത് പേടിച്ച് കാണാതിരിക്കും, ചിലപ്പോ അതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ടോപ്പിക്ക് വിടാം. ഓക്കെ, ഇനി അപ്പൊ നിങ്ങൾ ബിഗ് ബോസിലൊക്കെ പോവാൻ ചാൻസ് ഉണ്ടോ? വിടത്തില്ല. അതെന്താ? ഉള്ള പേര് കളയല്ലേന്ന് പറയും. ബിഗ് ബോസിന് കഴിവുള്ളവര് പോട്ടെ. എന്തായാലും അഭിപ്രായം എന്താ? ബിഗ് ബോസിൽ ഇപ്പൊ ചേച്ചി വിളിച്ചു, ഒരു ദിവസം പേയ്മെന്റ് ഇത്ര രൂപ വെച്ച് പോട്ടെ, ഒരു ദിവസം
വിടത്തില്ല. 50,000 1,00,000 ഒക്കെ തരാൻ വിടത്തില്ലേ? ചേച്ചിക്ക് താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമില്ല, ഉണ്ടായിരുന്നു താല്പര്യമില്ല, കാരണം ഉള്ള ഇമേജ് കൂടെ പോകത്തുള്ളൂ. അല്ല, നല്ല ഇമേജ് ആയിട്ട് വരുന്നവരും ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും കാണാൻ പറ്റൂല, അതാണ് പ്രശ്നം. കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെയല്ല, നമുക്കത് അത്യാവശ്യമായിട്ട് എല്ലാവരും അംഗീകരിക്കില്ല. ചിലവർ പൈസയുടെ കാര്യം അതല്ല, നമ്മളവിടെ ഒന്ന് ഇതൊക്കെ 100 ദിവസം അല്ലെങ്കിൽ 1 ദിവസം നിൽക്കണേ നമ്മൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യണം. അതിനുള്ള മനക്കരുത്തുള്ളവർ പോയിട്ടേ കാര്യമുള്ളൂ. എന്നെ കൊണ്ട് വരുന്നില്ല. അങ്ങനെ ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഭയങ്കര സെൻസിറ്റീവ് ആണ്, തൊട്ടക്കറിയും. അങ്ങനെ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടോ? അങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്ന ഒരു ടൈപ്പ് ആയിട്ട്? ഞാൻ പട്ടി പോലെ അറിഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മ ചോദിക്കും, എന്നെ പാമ്പ് ചീറ്റടോ, നാളെ തരുന്ന ചീറ്റടോ അമ്മേനോട് ചോദിക്കാറുണ്ട്. അപ്പൊ കരയുമ്പോ ചേട്ടൻ എന്ത് പറയും? ഒന്നും പറയാൻ വെച്ചിട്ട് പോടി പുല്ലേ പുല്ലേന്നല്ലാതെ വേറെ. സ്റ്റാർട്ടിങ്ങിലൊക്കെ കരയുമ്പോഴത്തേക്ക് ഒരു ഇതൊക്കെ തോന്നുമല്ലേ? അങ്ങനെയൊന്നുമില്ല, തുടക്കം ഇപ്പോഴൊക്കെ ഒരുപോലെയൊക്കെ തന്നെ. എന്നെ എന്താ വിളിക്കണേന്ന് ചോദിച്ചു നോക്ക്. എന്താ വിളിക്കുന്നേ? എടീന്ന് മാത്രമേ. ഒരു സ്നേഹത്തോടെ ബേബി എന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുന്ന കുഞ്ഞുന്നാ. ഞാൻ പറയും, കുഞ്ഞു നീയോ കുഞ്ഞു, എന്നെക്കാളും പുതുക്കിയത് എന്നെ അങ്ങനെ ഒരു പേരും വിളിക്കത്തില്ല. എത്ര സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ, എത്ര റൊമാൻറ്റിക് ആണെന്ന് പറഞ്ഞാൽ ഒരു പേരും വിളിക്കില്ല. എടി എടി എടി. ബസ്സിൽ വരുന്ന പിള്ളേരെ മോളെ കൊച്ചെ പറ്റത്തില്ലല്ലോ. അപ്പൊ ആ ഒരു വില എനിക്കാണല്ലോ ഉള്ളത്, ഒരു പ്രയോറിറ്റി എനിക്ക് എന്തുണ്ട്. എടി വേറെ ആരും വിളിക്കാറില്ല. അല്ല, എന്നാലും സ്നേഹം വരുമ്പോ നമ്മളൊരു പാർട്ട്ണർ എന്നെ ഒന്നും വിളിക്കാറില്ല. ഒരു പ്രത്യേക തരം. അപ്പൊ ഋതു ചേച്ചി എന്താ വിളിക്കുന്നത് സ്നേഹം വരുമ്പോ? ഞാൻ ചേട്ടായിന്നൊക്കെ വിളിക്കും. കാന്താരി പിന്നെ വീട്ടിൽ വിളിക്കുന്ന കണ്ണാന്നൊക്കെ കണ്ണേട്ടാന്ന് വിളിക്കുമ്പോ എന്നെ ആട്ടി വിടും. ഇപ്പൊ ഞാൻ പൊക്കി എന്ന് വിളിക്കുന്നു. പൊക്കി. അത് പിന്നെ കേൾക്കാൻ. ഞാനിതിന്റെ കമന്റ് പൊക്കി. ഞങ്ങൾ പൊക്കി കപ്പിൾസ് ഇൻസ്റ്റാഗ്രാമിൽ പേര് മാറ്റിയായിരുന്നു. അത് ഞാൻ പേര് മാറ്റി. എല്ലാവരും ആട്ടി തുടങ്ങിയപ്പോ ഞാൻ ഹെയ് പൊക്കി എന്ന് വിളിക്കും. ഞങ്ങൾ 90s ആണല്ലോ, എന്നാലും ഹെയ് പൊക്കി എന്നൊക്കെ വിളിക്കും. അത്രേ ഉള്ളൂ. എടാ എടി, അത്രേ ഉള്ളൂ. ഇപ്പൊ വഴക്കുണ്ടാക്കുവാണെങ്കിൽ ഋതു എന്ന് വിളിച്ച് സംസാരിക്കും. അപ്പൊ ഞാൻ വൈശാഖി എന്ന് വിളിച്ച് സംസാരിക്കും. അല്ലാതെ ഒലിപ്പിയൊന്നുമില്ല. ഇപ്പൊ ഡെയിലി ലൈഫ് ആ കൂടുതലും വ്ലോഗ്സ്. അത് അത്യാവശ്യം, കാരണം പേഴ്സണായിട്ട് റിലേറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര രസമാണ് കണ്ടോണ്ടിരിക്കാനായിട്ട്. എന്താ ഒരു കോണ്ടന്റ് എടുക്കാനുള്ള റീസൺ? മറ്റേ ഡേ ഇൻ മൈ ലൈഫും. കാരണം ഞങ്ങളായിട്ട് വരുന്ന ഒരു കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബസ്സും നമ്മുടെ ഒരു, പിന്നെ എന്റെ ഓൺ വോയിസ് വീഡിയോസ് അത്യാവശ്യം റീച്ച് ചെയ്യാറുണ്ട്. ഈ നിർത്താത്ത ഈ സംസാരം നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു ഇത് കാണുമല്ലോ ഓൺ വോയിസ് വീഡിയോക്കകത്ത് കയറുന്നേ. പിന്നെ ഈ ബസ്സിലേക്ക് ഒരുപാട് ഐറ്റംസ് ഒക്കെ മേടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും അത് ഭയങ്കര ഒരു, പുള്ളിനെക്കാളും ഞാനാണ് വണ്ടി നോക്കണമെന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. ബസ്സിലേക്ക് ഒരുപാട് ഇവിടെ CF എന്ന് പറയുമ്പോൾ നമ്മള് വർഷത്തിൽ ഇങ്ങനെ വണ്ടി പുതുക്കിയൊക്കെ പണിത് കഴിയുമ്പോഴത്തേക്ക് പുതിയ അലങ്കാര സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കും. അപ്പൊ ഞാനാണ് എത്രയാ 4,035 രൂപയുടെ സാധനം ഞാൻ മേടിച്ചു. അതായത് അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വണ്ടിക്ക് എഡിഷൻ നെയിം ഇടും. ഇപ്പൊ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ ഇങ്ങനെ ബാക്കില് സർവമായി ഇറങ്ങിയ ശേഷം പിന്നെ ആരെ കണ്ടല്ലോ. പക്ഷെ ഇപ്പൊ ഫുള്ള് ഡെലുലു എന്ന് പറഞ്ഞ ആ ഒരു പേര് സിനിമയ്ക്ക് ശേഷം ഞങ്ങളുടെ വണ്ടിയിലാണ് കൂടുതലായിട്ട്. എത്ര 1 മില്യൺ എത്ര അത്യാവശ്യം റീച്ച് ചെയ്തായിരുന്നു ഡെലുലു മരിയ. അതിന് ഞങ്ങൾക്ക് കേക്ക് ഒക്കെ ഉണ്ടാക്കി തന്നു ഡെലുലു മരിയയുടെ ഒക്കെ വണ്ടിയുടെ പേര് ആകൃതിയില് ഷേപ്പില് പേരിടാന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഞങ്ങൾ ആദ്യം വണ്ടിയുടെ ഇത് വെച്ച് നോക്കിയിട്ട് പടക്കുതിര അല്ലെങ്കിൽ പറക്കും തളികാന്ന് ഇടാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതൊരു പറക്കും തളിക ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് പൂക്കിനെയും വേണം, കാരണം നമ്മളിപ്പോ പൂക്കി കപ്പിൾസ് ആണല്ലോ. പൂക്കിനാന്ന് പറഞ്ഞപ്പോ രസമില്ല. അപ്പൊ ഡെലുലു സംതിങ് ഡിഫറെന്റ് ആയിട്ട് കുറച്ച് ഒരു പൂക്കി നെയിം ആണല്ലോ, ഒരു ക്യൂട്ട് നെയിം ആണല്ലോ. അപ്പൊ അങ്ങനെ ഡെലുലു കിട്ടും. അത്യാവശ്യം അത് സക്സസ് ആയ ഒരു പേര്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ പേര് ഇട്ടതിന് ശേഷം എങ്ങനെയുണ്ട് വണ്ടിക്ക്? ഒരു അത്യാവശ്യം ഓട്ടോ ഒക്കെ ഉണ്ടോ? എങ്ങനെയാണ്? പെട്ടെന്ന് ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പേര് വേറെ വണ്ടിക്ക് ഇടുന്നില്ല. വേറെ വണ്ടിക്ക് ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ, പക്ഷെ നമ്മുടെ വണ്ടിയാണ് ആ ഒരു റീച്ച് ആയത് ആ സിനിമയ്ക്ക് ശേഷം. അതിട്ട സമയത്ത് എല്ലാരും പറഞ്ഞു ഇപ്പൊ ഡെലുലു വണ്ടി, ഇപ്പൊ ഡെലുലു വണ്ടി. ഇത് ആൾക്കാർക്ക് പേര് മമ്മി എന്നോട് ചോദിച്ചത് എന്താന്ന് എഴുതി വെച്ചേക്കുന്നത് ഡെലുലു. മമ്മിയായിട്ട് എങ്ങനെയാ? ഐഷാകേട്ടൻ ഭയങ്കര കമ്പനിയാണ്, ഫാമിലി ഒക്കെ ആയിട്ട്. വൈശാഖേട്ടൻ അമ്മയോട് ഋതു ചേച്ചി വലിയ കുഴപ്പമില്ല. പക്ഷെ എന്റെ അമ്മയുടെ നല്ല കമ്പനിയാ. അമ്മയുടെ നല്ല കമ്പനിയാണ്. ഓക്കെ, അപ്പൊ ഇനി ഫ്യൂച്ചറിൽ അമ്മയ്ക്ക് അത് ഭയങ്കര താല്പര്യമാണ് നിങ്ങളുടെ കാര്യത്തിലൊക്കെ? ഭയങ്കര സന്തോഷമാണ്. ആദ്യം അമ്മയോട് പറഞ്ഞപ്പോ അമ്മ എന്താ പറഞ്ഞത്? എനിക്ക് ഇതുപോലെ ഒരാളെ ഇഷ്ടമാണ്, ബെസ്റ്റ് ഡ്രൈവർ ആണെന്നൊക്കെ. അത് വേണമെന്ന് പറഞ്ഞു. തളർത്തി, അവിടെ ഇരുത്തിക്കൊണ്ട് തളർത്തി. എന്നിട്ട് പിന്നെ എന്ത് പറഞ്ഞു?
പിന്നെ ആദ്യം ഇപ്പൊ എല്ലാ അമ്മമാരായാലും ഇപ്പൊ അങ്ങനെ പറയുള്ളൂ, ഫസ്റ്റില് വേണ്ടാന്ന് പറഞ്ഞിട്ട് എടുത്തു. ഒന്നത്തെ കേസ് ഹൈറ്റ് കുറവായിരുന്നു, കാരണം വീട്ടുകാരെല്ലാം കൺസിഡർ ചെയ്യുമല്ലോ. അല്ല, വീട്ടുകാരെല്ലാരും നോക്കൂലോ. അതിപ്പോ ഇതിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും അറിയാലോ, വീട്ടുകാരെല്ലാം നോക്കും. അപ്പൊ ആദ്യം പറഞ്ഞു വേണ്ടാന്ന്, കാരണം അപ്പൊ ഞാൻ ഡിവോഴ്സിന്റെ കേസ് നടക്കുന്നതേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡ് കൊച്ചിന് നോക്കാതെയൊക്കെ വന്നു കഴിഞ്ഞ് 3 മാസം വരെ നോക്കിയിട്ടുള്ളൂ. പിന്നെ പുള്ളിയായിട്ട് കമ്പനിയായി, പുള്ളി നോക്കണ രീതി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിക്ക് മനസ്സിലായി ഇത് എന്നോടുള്ളൊരു വേറെ രീതിക്കല്ല, ഇഷ്ടം കൊണ്ടാണെന്ന് മനസ്സിലായപ്പോ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും തന്നെ വിളിക്കും, വാ 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 എന്ന് പറഞ്ഞ് വിളിക്കും. പിന്നെ ഭയങ്കര ഇഷ്ടാ. എന്റെ അവിടെയുള്ള ഓട്ടോ ഓടിക്കുന്ന ചേട്ടനൊക്കെ നല്ല കമ്പനി ഇവര്, എല്ലായിടത്തും നല്ല കമ്പനി, എല്ലാരും ഫ്ലാറ്റാക്കി വെച്ചൊക്കെ ചിരി കാണിച്ചു. എനിക്കെല്ലാം അറിയാം അവളെ സ്വഭാവം. ഓക്കെ. ഇപ്പം ഈ പ്രൊമോഷൻസ് ഒക്കെ വിളിക്കുന്ന സമയത്ത് ചിലവര് പറയത്തില്ലേ നിങ്ങൾ കപ്പിളായിട്ട് മതി, ഒറ്റയ്ക്ക് വേണ്ട, കപ്പിൾ മാത്രം മതി എന്ന് പറഞ്ഞ് പ്രൊമോഷൻ? അങ്ങനെ പറയാറൊന്നുമില്ല. എന്നെ വിളിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചായിട്ടായിരിക്കും വിളിക്കുന്നത്. ഒറ്റയ്ക്ക് വന്ന് ചെയ്യാനായിട്ട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. വിളിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വിളിക്കാം. കുറെ ഒരു ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു പ്രശ്നമാണ് ഈ കൊളാബ് വിളിച്ചിട്ട് ഒന്നെങ്കിൽ അവര് പേയ്മെന്റ് തരത്തില്ലായിരിക്കും, അല്ലെങ്കിൽ പേയ്മെന്റ് കുറച്ചായിരിക്കും തരുന്നത്, പക്ഷെ അവർക്ക് അത്രയും വ്യൂസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അത് മിക്ക ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു പ്രശ്നം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം? അങ്ങനെയൊന്നുമില്ല. നമ്മള് 100K എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് 1 മില്യൺ അടിച്ചു കൊടുത്തിട്ടുണ്ട്, 10 ലക്ഷം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് നമ്മുടെ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം വ്യൂസ് കയറാറുണ്ട്. പിന്നെ പക്ക പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾ കൂടുതലും പർച്ചേസ് ചെയ്യുന്ന ഒരു രീതി, നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് പ്രൊമോഷനിൽ പോയി പോലും പർച്ചേസ് ചെയ്തതാണ്. അപ്പൊ നമ്മുടെ ഒരു രീതിയുണ്ട്. കാരണം എല്ലാരും ചോദിക്കുന്നത് ഇൻകം ഓടുന്നത് എന്നോട് ഇപ്പൊ ചോദിക്കുന്നത്, ഇതിന് മാത്രം ഇൻകം ഓടുന്നത് നിങ്ങൾക്ക്. അപ്പൊ ഞാൻ കുറച്ച് കഞ്ചാവ് MDMA കച്ചവടം എനിക്കുണ്ട്, ഞാൻ പറഞ്ഞത് കമന്റ്സില്. പക്ഷെ പുള്ളി ഉദ്ദേശിച്ച് വേറെ ഒന്നല്ല, പുള്ളി ബസ് ഡ്രൈവർ ആണ്. അപ്പം ഇങ്ങനെയും പെൺപിള്ളേരുണ്ടോന്ന പുള്ളി, കാരണം പുള്ളിക്ക് എല്ലാം മേടിച്ചു കൊടുക്കുന്നതുകൊണ്ട്. അപ്പൊ ഇൻകം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇൻസ്റ്റാഗ്രാം വെച്ചേക്കുന്നത് വെറുതെ വെച്ചേക്കുന്നതല്ല, നമുക്ക് അതിന് ഇൻകം ഉണ്ട്. അത് പലർക്കും അറിയത്തില്ല. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് പ്രൊമോഷൻ വഴി അത്യാവശ്യം പൈസ കിട്ടുന്നു. എല്ലാവരും വിചാരം 1000-2000 ആണെന്നാണ് എല്ലാവരും വിചാരം. നമ്മൾ 1000 രൂപയ്ക്ക് പോയി ചെയ്ത് കൊടുക്കണം. പക്ഷെ അങ്ങനെയല്ല. നമ്മളൊരു ബേസിക് ആയിട്ടൊരു കോമൺ എമൗണ്ട് മേടിക്കുന്ന 15 രൂപ മുതൽ 25 രൂപ വരെയാണ് മേടിക്കുന്നത്. ഞാൻ എല്ലാരും മേടിക്കുന്നത് 40,000, 50,000 മേടിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞിട്ടോ ദുബായിൽ ചെയ്തില്ലേ? ദുബായിൽ അത് അവിടെ തീരും. ഇവിടുത്തെ 40 അവിടെ നമുക്കത് മുക്കിപ്പൊടി മേടിക്കാൻ പോലും തികയത്തില്ല. ഓക്കെ. ഇടയ്ക്ക് ഒരു കമന്റ് റിയാക്ഷൻ ഉണ്ടത്, ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ഏതോ ഒരു കോളേജിന്റെ ഒരു നെഗറ്റീവ് കമന്റ്. പാവനാത്മ കോളേജ്. അത് ശരിക്കും കോളേജിന്റെ പേജിൽ നിന്ന് വന്നേ? കോളേജിന്റെ പേജിൽ നിന്നല്ല. അത് ആക്ച്വലി അത് നേരത്തെ പഠിച്ച ബാച്ചില് ഓരോരോ, ഇപ്പൊ ഒരു ബസ്സിനാണെങ്കിൽ ബസ്സിന് 5 പേജ് കാണും, ഈ ഫാൻസ് പേജ്. നേരത്തെ ബാച്ചിൽ പഠിച്ചിരുന്ന ആരും യൂസ് ചെയ്തായിരുന്നു. അത് ഞാൻ കോളേജിൽ വിളിച്ച് കംപ്ലൈന്റ് ഒക്കെ ചെയ്തായിരുന്നു. ഞാൻ പബ്ലിക്കായിട്ട് തന്നെ. അത് എന്തുവെന്ന് ആക്ച്വലി ഒരു കമന്റ് എന്തുവായിരുന്നു അത്? കുറച്ച് വൾഗറായിട്ട് ഒരു കമന്റ് ഓർക്കുന്നില്ല. അത് അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ട് വന്ന ഒരു ഫസ്റ്റ് കമന്റ് ആയിരുന്നു. അപ്പൊ അത് കോളേജില് ഞാൻ അപ്പൊ തന്നെ പ്രിൻസിപ്പാളെ വിളിച്ചായിരുന്നു. ഞാൻ പ്രിൻസിപ്പൾ എന്റെ ബാച്ചിൽ പുള്ളി അപ്പൊ തന്നെ അത് കംപ്ലൈന്റ് ചെയ്തായിരുന്നു, സൈബറിൽ കൊടുത്തായിരുന്നു, ഇടുക്കിയിലേക്ക്. അപ്പൊ ഈ നെഗറ്റീവ് നമ്മളൊരു സൈബർ സെല്ലിൽ കൊടുക്കാം ഈ ഒരു നെഗറ്റീവ്. അങ്ങനെ ഞാൻ എത്ര കമന്റ്സ് ആയിട്ട് പോയി? ഞാൻ 2-3 പേജ് ആയിട്ട് പോയിട്ട് വരും. 2-3 പേജേ ഉള്ളൂ. അതിൽ ആത്മവിശ്വാസ സന്തോഷത്തോടെ വരാറുണ്ട് ഇൻബോക്സിൽ. ഇവരെങ്കിലും ആർക്കെങ്കിലും റിപ്ലൈ ഇട്ടിട്ടുണ്ട് ഈ തെറി കമന്റ്സ്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇൻബോക്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടായിരിക്കുമല്ലോ? ഇങ്ങോട്ടാ വരുന്നത്. അപ്പൊ അങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ നല്ല റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു കമന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? കമന്റ്സിലാണെങ്കിൽ ഇത് നിന്റെ ചോരയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആദ്യം പോയി നിന്റെ DNA നോക്കിയിട്ട് വന്ന് ഞാൻ പറഞ്ഞു. പുള്ളിയുടെ ഓരോ ID പേരുകളുണ്ടാവും. മറ്റേ അമൃത, അതായത് ഈ ആണുങ്ങളാണ് പെണ്ണുങ്ങളുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങും. ഒരു പെണ്ണുങ്ങൾ ഒരിക്കലും ഒരു പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് നിന്റെ സെക്കൻഡ് ഹസ്ബൻഡ് അല്ലാതെ രണ്ടാം അപ്പനല്ല ഒരു പെണ്ണും പറയത്തില്ല. അപ്പൊ ഉറപ്പായിട്ട് അത് ആണുങ്ങളായിരിക്കും. അപ്പൊ ഞാൻ പറയും, അപ്പൊ കൂടെ അപ്പന്റെ പേര് കാണൂല. ഞാൻ പറയും, എന്റെ കൊച്ചിന് കാണിക്കാനൊരു അപ്പനുണ്ട്, അപ്പനൊരു പേരും ഉണ്ട്. നിന്റെ പേരിന്റെ കൂടെ സ്വന്തം അപ്പന്റെ പേരിലല്ലാതെ ആദ്യം കണ്ടുപിടിച്ചിട്ട് വരാൻ പറയും. അതോടെ ചേട്ടൻ റിയാക്ട് ചെയ്ത് എനിക്കൊന്ന് ചേച്ചി എല്ലാം അങ്ങ് വീഡിയോ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പുള്ളി അത് അറിയുന്നത്. അല്ലെങ്കിൽ ബസ്സിൽ ആരെങ്കിലും പറയും, പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴായിരിക്കും പുള്ളി അറിയുന്നത്. ഓക്കെ. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും മൂവീസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ട്? ഞാനത് ഇടയ്ക്ക് ഒരു ദിലീപിന്റെ ഒരു സിനിമയിൽ ഓഫർ വന്നായിരുന്നു. അപ്പൊ അത് മാറിപ്പോയി. അവിടെ ഒരു സ്ഥലം പറഞ്ഞ് നമ്മുടെ തൊടുപുഴ അഞ്ചിരിയിലായിരുന്നു. അപ്പൊ പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ അവിടുത്തെ കാസ്റ്റ് ക്രൂസ് ഒക്കെ വിളിക്കുന്നുണ്ട് അഭിനയിക്കാനായിട്ട്. വലിയ റോളൊന്നുമില്ല, ചെറുതായിട്ട്. അപ്പൊ ഒരു ദിവസം വിളിച്ചപ്പോ ചെല്ലാന്ന് വരെ പറഞ്ഞു, ഋതു പറഞ്ഞതിനെ കാണാൻ പറ്റത്തില്ല, ജസ്റ്റ് ക്രൗഡിന്റെ ആണ്. അപ്പൊ നമുക്കിപ്പോ ഇച്ചിരി വാല്യൂ എന്നിട്ട് പറഞ്ഞേ, നിങ്ങൾ അത് വന്ന് ചെയ്യാൻ നിൽക്കൊന്നും വേണ്ട, നല്ല റോള് വരുമ്പോൾ വിളിക്കാന്ന് പറയും. എനിക്ക് താല്പര്യമാണ്. ഇപ്പൊ ചേച്ചിക്ക് വേറൊരു കഴിവൊക്കെ ഉണ്ടായിരുന്നല്ലോ, സ്റ്റാൻഡപ്പ് കോമഡി. നമ്മൾ ഈ അമൃത ടിവിയിലും കാര്യങ്ങൾക്കൊക്കെ സ്റ്റാൻഡപ്പ് കോമഡി എത്തിയിട്ടുണ്ട്. ഇപ്പൊ അതെന്താ കണ്ടിന്യൂ ചെയ്യാത്തത്? കണ്ടിന്യൂ സമയമില്ലാത്തതുകൊണ്ട്. കാരണം എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റത്തോ. ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഇപ്പൊ ചെയ്യാൻ പറഞ്ഞ സ്റ്റാൻഡ് ചെയ്ത് പറഞ്ഞിട്ട് ഇരുന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല. കണ്ടന്റ് ഞാൻ ചെയ്യാം. കണ്ടന്റ് തരാനോ? KSRTC മതിയോ?
കേസായിട്ട് അത് ഇതിക്കിട്ട് വെക്കുന്നു. എന്താ ഇപ്പൊ കണ്ടന്റ് വരണ്ട, ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പം നമുക്ക് എല്ലാവരും കുറെ ഗേൾസ് ഉണ്ട് ഡിവോഴ്സിന്റെ വർക്കിൽ നിന്നിട്ട് ഇത് പോകണം. റീസെന്റ് ആയിട്ട് മറ്റേ ചിന്നു പാപ്പുവിന്റെ അതെനിക്ക് ഭയങ്കര വിഷമായി പോയത് കണ്ടു കഴിയുമ്പോ. കാരണം ആ കൊച്ചൊക്കെ ഭയങ്കര ഒന്നുമില്ലായ്മയെന്ന് വളർന്ന് ഇത്രയും ഹൈ ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് അത് ജീവിക്കാൻ പഠിച്ചില്ല. അപ്പൊ എനിക്ക് റീസെന്റ് വീഡിയോയുടെ അടിയിൽ കമന്റ് വന്ന സൂയിസൈഡ് ചെയ്തൊരു ഋതുവിനെ കണ്ടുപിടിക്കണം. കാരണം അവര് അപ്പൊ എനിക്ക് ഇച്ചിരി നാണം പോലെ തോന്നി. പക്ഷെ വേറെ ഒന്നുമല്ല, നമ്മളത്ര സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പം പക്ഷെ ആ ചിന്നു കുറച്ച് ഒരു ബോയ് ഫ്രണ്ട് വന്നു, ഡിവോഴ്സ് ആയി, എന്തായാലും അടുത്ത റിലേഷൻ പൊട്ടിയാലും ഇപ്പൊ എന്തായിരിക്കുന്നത്. പക്ഷെ അതിലും ഒത്തിരി നെഗറ്റീവ് കമന്റ്സ്. ഡിവോഴ്സ് ആയിട്ട് അവർക്ക് അപ്പൊ അവിഹിതം ഉണ്ട്, പക്ഷെ അവര് റെന്റിന് എടുത്ത വീട് അവരെ പാർട്ട്ണർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഡിവോഴ്സ് ആയിട്ട് പോയി. പുള്ളിക്കാരിക്ക് ഒരു കൊച്ചുണ്ട്. അപ്പോൾ അവരൊരു ബോയ് ഫ്രണ്ടുമായിട്ടാണ് ലിവിങ് റിലേഷൻഷിപ്പ്. അത് രണ്ട് സൈഡ് ഒരിക്കലും പറയില്ലല്ലോ, ഒരു സൈഡല്ലേ എപ്പോഴും പറയുന്നത്. അത് മരിച്ചിട്ടും ആ കുട്ടീനെ എല്ലാരും ചിന്നു ഇത്തിരി ഫേമസ് ആയതുകൊണ്ട് മറ്റേ പുള്ളിയുടെ അക്കൗണ്ട് കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. പക്ഷെ പുള്ളി ഇച്ചിരി ഫേമസ് ആയി നേരെ തിരിച്ചു വന്നാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഒത്തിരി ഗേൾസ് ഉണ്ട് ഇപ്പം ഡിവോഴ്സ് ആയിട്ടും കൊച്ചിനെ വെച്ചിട്ട് വേറെ കല്യാണം കഴിച്ചാൽ മോശമെന്ന് ആൾക്കാർ വിചാരിക്കും. നമ്മുടെ സമൂഹത്തിന്റെ തോട്ട് അങ്ങനെയാണല്ലോ. ഡിവോഴ്സ് ആയപ്പോ നമ്മൾ വേറെ കല്യാണം കഴിച്ചാൽ ഭയങ്കര നമ്മളെ കൊണ്ട് എന്റെ എത്ര നല്ലത് കാണിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ കല്യാണം കഴിച്ച് 5 വർഷം 10 വർഷം ജയിച്ചു കഴിഞ്ഞാലും ഈ കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ആരെ വായടക്കാൻ പറ്റത്തില്ല. സോ ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. കൊച്ചിനെ അപ്പൊ തന്നെ നമ്മള് ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെയാണ്. പിന്നെ കുറെ പേര് പറയുന്നുണ്ട് ഈ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ കൊച്ചു കാണത്തില്ല, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ മറ്റതല്ല മറിച്ചല്ലേന്ന്. ഞാൻ കൊച്ചിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് തന്നെ ഞങ്ങൾ കല്യാണം കഴിക്കത്തുള്ളൂ. കാരണം അറിയണം, നമ്മൾക്കൊരു എനിക്കൊരു വില കിട്ടണ്ടേ, നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തിയാന്ന് അറിയണ്ടേ. ഇതൊക്കെ കാണിച്ചു കൊടുക്കും. അതിനിപ്പോ എന്താ, അതിനിപ്പോ ഒരു പുള്ളിയോട് കൊച്ചിനോട് ഇപ്പൊ എല്ലാം അറിയാലോ. പെപ്പയാണ്, അച്ഛാന്ന് വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛന്നല്ല പെപ്പേന്ന്. അതങ്ങനെ ആദ്യം അമ്മേന്ന് പോലെ വിളിക്കട്ടെ. ഇനി ആദ്യം അമ്മേന്ന് വിളിച്ചിട്ട് ഇതിനെ അച്ഛന്ന് വിളിച്ചപ്പോ ഞാൻ കേട്ടായിരുന്നു അമ്മയെന്നല്ലേ വിളിച്ചത്. എന്താ വിളിക്കുന്നത്? ദീദീന്ന്. ദീദി ചേച്ചിന്ന്. അങ്ങനെ ചേച്ചിയാണ് മുതിക്കേണ്ട, അമ്മയെന്നാ വിളിക്കേണ്ടത്. നിന്നെ വിളിച്ച ആന്റിയോ? ആന്റിന്ന് വിളിച്ചത്. അപ്പൊ ഇത് എങ്ങനെ അമ്മാന്ന് എന്താ വിളിക്കാത്ത? നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നെ അമ്മാന്ന് വിളിക്കണം. നിന്റെ അമ്മ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മമ്മീനെ കാണിച്ചു തരും. അത് എന്താന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ പിള്ളേരെ കണ്ടു വളർന്നവരല്ലേ അമ്മാന്ന് വിളിക്കുന്നത്. ഞാനും അങ്ങനെയായിരുന്നു. എന്റെ വല്യമ്മേനൊക്കെയാ വിളിച്ചുകൊണ്ടിരുന്നത് അമ്മച്ചീന്ന്. ഈ എല്ലാരും ചോദിക്കുന്നില്ലേ ബസ്സിൽ പോകുമ്പോഴത്തേക്കും കൂടുതൽ വീഡിയോസിൽ കൊച്ചിനെ കാണാറില്ല. അപ്പൊ കൊച്ചി എവിടെയാ കൊച്ചിനെ കാണുന്നത്? KSRTC ഡ്രൈവറിൽ ചേട്ടന്മാര് പറയും നീ ഒരു ദിവസം കൊച്ചിനെ കൊണ്ടുപോയി. ഞാൻ പറയും ചേട്ടാ ഭയങ്കര പടയേണ്ടി പോണ്ടിട്ട് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയും. പിള്ളേർ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് ഇച്ചിരി കൊണ്ടു നടക്കാൻ ഇച്ചിരി പാടാണ്. അത് മനസ്സിലായല്ലോ കൊണ്ടുവന്നേ. പിന്നെ അതുപോലെ കൊച്ചിന് ഫാൻസ് ഉണ്ട് കേട്ടോ. ഒരു ദിവസം മമ്മിയും കൂടെ മറ്റേ റേഷൻ കടയിൽ പോയപ്പോഴത്തേക്ക് അടുത്ത് പോസ്റ്റ്മാൻ വന്നിട്ട് അയ്യോടാ ചക്കര ഇത് ഇൻസ്റ്റാഗ്രാമിലെ കൊച്ചല്ലേ എന്ന് പറഞ്ഞ് ഇവന് പള്ളി പോകുമ്പോൾ എല്ലാ ദിവസം പള്ളിയിൽ പോകും. ഞായറാഴ്ച ശനിയാഴ്ച ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉള്ള ദിവസം പള്ളിയിൽ ചെല്ലുമ്പോ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവനെ. കാരണം വീഡിയോസ് ഉണ്ടല്ലോ. കൊച്ചിനും അത്യാവശ്യം ഞങ്ങളെക്കാളും കൂടുതലും കൊച്ചിനെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും. ഇപ്പൊ മറ്റേ പുള്ളിക്കാരി രണ്ടാമത് ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞല്ലോ. ആ രണ്ടാമത് ഡിവോഴ്സ് ആയ പുള്ളിക്കാരി ഇപ്പൊ കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കോണ്ടാക്ട് ഉണ്ട്. പുള്ളിക്കാരി പ്രഗ്നന്റ് ഡെലിവറി ഇപ്പൊ ഒരു 2-3 ഡേയ്സ് കൊണ്ട് നടക്കുമെന്നാണ് എന്റെ ഒരു ഇത്. ഞാൻ വിചാരിക്കുന്ന ചേട്ടന്റെ ഒരു കാര്യമാണ്. ആദ്യത്തെ ഇതിന്റെ ഒരു കൊച്ചുണ്ട്, രണ്ടാമത്തെ ഇതിലൊരു കൊച്ചുണ്ട്, മൂന്നാമത്തേലും കൊച്ചാകും. മൂന്നാമത്തെ എന്തെങ്കിലും അങ്ങനെ കണക്ഷൻ ഉള്ളതായിട്ട് അങ്ങനെ അറിഞ്ഞു. കണക്ഷൻ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. കണക്ഷൻ ഉള്ളതുകൊണ്ടല്ലേ രണ്ടാമത്തെ പോയത്. പക്ഷെ ഒരു സമയത്ത് ചേച്ചിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. പുള്ളിക്കാരനെ വെച്ച് എല്ലാരും ഇങ്ങനെ ചേച്ചിയാണ് മോശം, ബെസ്റ്റ് ഡ്രൈവറിന്റെ കൂടെ പോയെന്ന്. പക്ഷെ ആ ഒരു ഒറ്റ വീഡിയോക്ക് ശേഷം പറയാനുള്ളത് എന്റെ രണ്ടാമത്തെ ഹസ്ബൻഡ് രണ്ടാമത്തെ കല്യാണം കഴിച്ചിട്ട് അതും ഡിവോഴ്സ് ആയി. അതാണ് എന്റെ മറ്റേ ട്രോളി പറയുന്നുള്ളൂ. അത് നിന്റെ വിജയമാണ് അത്. പക്ഷെ എന്തൊക്കെ പറയാൻ നമ്മൾ ആ ഒരു പുള്ളിക്കാരിയുടെ ഒരു മാനസികാവസ്ഥയും കൂടെ പുള്ളിക്കാരി ഹാപ്പി ആയിട്ടാണ് ഒഴിഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു അവരുടെ ഫാമിലി ആയാലും അങ്ങനെ തന്നെ വിചാരിക്കും. അവരെല്ലാരും ഹാപ്പി ആയിട്ട്. കാരണം ഇത്ര ഒരു കള്ളത്തരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കും ഒരു ഹാപ്പി ആയി. കാരണം അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക്. കാരണം ഞാൻ പോയപ്പോ ഞാൻ ഒളിച്ചോടി പോയെന്നാണ് അവരുടെ വീട്ടുകാർ പറഞ്ഞത്. ഇപ്പൊ ഇവള് പോകുമ്പോഴും ഒളിച്ചോടി എന്നല്ലേ പറയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം അത് പബ്ലിക് ആയതുകൊണ്ട് അത്യാവശ്യം ന്യൂസിലും ട്രോളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡ് രണ്ടാമത് കല്യാണം കഴിച്ച് ഞാനും എന്റെ എക്സ് ഹസ്ബൻഡിന്റെ വൈഫായിട്ട് കൊളാബറേഷൻ ഒക്കെ ചെയ്തു. അയ്യോ, ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആൾക്കാര് സെക്കൻഡ് മാരേജ് ചെയ്യാറുണ്ട്. പക്ഷെ സെക്കൻഡ് മാരേജ് ആയിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോഴാണ് ആൾക്കാർക്ക് ഒരു പ്രശ്നം. അതാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും കുറെ ആൾക്കാർ രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നവരുണ്ട്, അതിൽ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ രണ്ടാമത്തെ ഒരു മാരേജ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു റിലേഷനിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ കോമൻസും അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ പ്രശ്നം തോന്നിയിട്ടുണ്ട്. അത് എന്താ പറയാ, അത് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ചൊറിഞ്ഞോണ്ടിരിക്കുമല്ലോ. അങ്ങനെ റിലേറ്റീവ്സ് അങ്ങനെ ആരും ചൊറിയുന്ന റിലേറ്റീവ്സ് ഞങ്ങളുടെ ചെറുതായിട്ടൊക്കെ എന്റെ ഇല്ല ഇവിടുന്ന് ചെറുതായിട്ട് എന്നെ കാണുമ്പോ നിന്നെ ഞാൻ വീട്ടിലേക്ക് കേട്ടത്തില്ലാടി എന്നൊക്കെ പറയും. ഞാൻ പണി നോക്കാൻ പറയും. ഞാൻ ആരാ വീട്ടിലേക്ക് വരുന്നു എന്നൊക്കെ പറയും. അത്രേ ഉള്ളൂ. ഞങ്ങൾ എന്റെ അടുത്തല്ല
എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തിട്ട് ഇവന്റെ ഒരു ആന്റി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയി പണി നോക്കുക പെണ്ണുമ്പിള്ളേന്ന് തന്നെ ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് ഞാൻ പറട്ടെ, ഞങ്ങളുടെ റിലേഷൻ ആയിട്ട് ഞാൻ ഇവരുടെ റിലേറ്റീവിന് ഇവന്റെ അമ്മേനെയോ ഇവന്റെ ആരെയും കണ്ടിട്ടല്ല ഞങ്ങളെ റിലേഷൻ ആയത്. അതെ, അതുള്ളത് പറഞ്ഞല്ലോ. ഞാൻ ഇവന് എന്നെ നോക്കാന്ന് പറഞ്ഞ് എന്നെ നോക്കുന്നുണ്ട്. സോ ഞാൻ എനിക്ക് ഇവന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. മനസ്സിലായോ? ഇവര് ബന്ധുക്കാരൊക്കെ പോയി പണി നോക്കട്ടെ. പക്ഷെ ഇവര് ബന്ധുക്കാരെ എന്നെ പ്രൊമോഷൻ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം വില ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ വിളിക്കുന്നത്. രണ്ടുപേരും വിളിച്ചിട്ട് പ്രൊമോഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ടോ? റീലും ഫോട്ടോഷൂട്ടും ഒന്നും വേണ്ട? ഉണ്ട്, പറ, തുറന്നു പറ. ഇത് ഞാൻ ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പൊ ആ തുറന്ന് അവന്റെ അടുത്ത് പറയും, ഇവിടെ പറഞ്ഞു സംസാരിക്കും, ഞാൻ ഇവിടെ ആൾക്കാരുണ്ടോന്ന് അറിയാമോ? നിങ്ങൾ എല്ലാരും അറിയാം, ഈ മനുഷ്യൻ എന്റെ അടുത്ത് പറയും വേണ്ട അതൊന്നും വേണ്ട, ഒന്ന് പോവടന്ന് ദേഷ്യപ്പെടും എന്റെ അടുത്ത് പബ്ലിക്കായിട്ടൊക്കെ വന്നിട്ട്. ഇപ്പൊ ഉണ്ടല്ലോ ആ വീഡിയോ ഇല്ലേ, കൊളാബറേറ്റ് സത്യം ഞാൻ മിക്ക മെജോറിറ്റി ആവുമ്പോഴൊരു എന്നോട് കഴിഞ്ഞ ദിവസം പാർക്കിട്ട് പറയണേ, എന്റെ തല ഉള്ളതുകൊണ്ട് എനിക്ക് ഇത്ര റീച്ച് കിട്ടിയെന്ന്. അങ്ങനെ അത് കപ്പിൾ വീഡിയോ ആണ് ഭയങ്കരമായിട്ട് വീഡിയോ അത് ശരിയാട്ടോ. എന്റെ വീഡിയോക്കകത്ത് എവിടെയൊന്ന് എത്തി നോക്കിയാലും മതി, കുമ്മനടിച്ചിട്ട് പോയാൽ മതി. കഴിഞ്ഞ ദിവസം വീഡിയോക്കകത്ത് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് ഒരു താജ്മഹൽ കൊടുത്തായിരുന്നു. അപ്പൊ പുള്ളി ഹായ് മുസ്ലിം പള്ളി എന്ന് പറഞ്ഞു. അതങ്ങ് കേറി കത്തി ഭയങ്കര. അത് ഞാൻ ശരിക്കും പറഞ്ഞു, ഞാൻ 3 കവറുണ്ടായിരുന്നു. 3 കവറുണ്ടായിരുന്നു. ആദ്യം മുസ്ലിം പള്ളി വലിയൊരു സാധനം കൊടുത്ത് വേറെ മുസ്ലിം പള്ളി, അപ്പൊ അടുത്ത് ക്രിസ്ത്യൻ പള്ളി അമ്പലമായിരിക്കും വാർത്തയായിരുന്നു വെക്കാൻ വേണ്ടിട്ടേ. താജ്മഹലായിരുന്നു അത്. ഇപ്പൊ ഒരുപാട് ഇങ്ങനെ മുസ്ലിംസ് ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്, കോമൺ ആയിട്ട് ഇല്ലല്ലോ. പക്ഷെ ഒരുപാട് ആ വീഡിയോ ഒരുപാട് മുസ്ലിംസ് ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇപ്പൊ ഒന്ന് കമന്റ് ചെയ്തു. അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങനെ ആരും നമ്മളൊരു മുസ്ലിം പള്ളി കാണുമ്പോൾ എത്ര സന്തോഷമായിട്ട് പുള്ളി ഹാവൂ മുസ്ലിം പള്ളി. ഇപ്പൊ റിലേഷനിലായ സമയത്താണ് ഏറ്റവും കൂടുതൽ ഒരു ഹാപ്പി ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? മറ്റേ ആള് പോയതിനു ശേഷം ഞാൻ കുറച്ച് ഗ്ലോ ഒക്കെ അതായത് നമ്മള് റിലേഷൻഷിപ്പ് ഗ്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയത്തില്ലേ, ഹെൽത്തി ആയിട്ടുണ്ട്, കുറച്ച് ഗ്ലോ ആയിട്ടുണ്ട്. ബ്ലഷ് അത് കഴിക്കുന്നതിന്റെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഋതുവിനെ കാണുമ്പോ ഭയങ്കര ഹാപ്പി, അല്ലെങ്കിൽ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ആ റീസെന്റ് കമന്റ് തന്നെ ഉണ്ടല്ലോ, ചേച്ചി ഇപ്പൊ കുറച്ച് നല്ല ഗ്ലോ ആയിട്ടുണ്ട്, ഹെൽത്തി റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ്. നീ എങ്ങനെ പണ്ടിരുന്നേ മെലിഞ്ഞ് എത്ര കിലോ ഉണ്ടായിരുന്നു, ഇപ്പൊ എത്ര കിലോ ഉണ്ട്? കണ്ടത് വയറൊക്കെ എല്ലാരും പറഞ്ഞു റിലേഷൻഷിപ്പ് ആവുമ്പോ നമ്മള് പെട്ടെന്ന് തടി. ഞങ്ങൾ ബസ്സിലെ ചേച്ചിയില്ലേ സ്മിത ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ആ വൈശാഖ പണ്ട് എങ്ങനെ ഇരുന്നതാ ഋതു വന്നതിന് ശേഷം ഇപ്പൊ കണ്ടു നല്ല തക്കടുമുണ്ടോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഡെയിലി ഫുഡ് കഴിക്കുന്നുണ്ട്. എപ്പോഴെപ്പോഴും ഇങ്ങനെ ഒരു ഫുഡിയാണോ അപ്പൊ നിങ്ങള്? ഇല്ല, രണ്ടുപേരും സാധാരണ നമ്മള് ഗേൾസ് ആണ് ഫുഡ് മിച്ചം വെക്കാറ്. ഇത് നേരെ തിരിച്ചാണ് രണ്ടുപേരും അങ്ങനെ ഫുഡ് അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ തോണ്ടി കഴിക്കും, അപ്പൊ തന്നെ വയറ് നിറയും. ഫുഡ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചിട്ട് പുറത്തോട്ട് പോവാ, സെറ്റിൽ ആവാ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആണല്ലേ? കാരണം നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഉണ്ടല്ലോ. ലിമിറ്റ് ഉണ്ട്. അപ്പൊ യൂട്യൂബിന്റെ കാര്യമൊക്കെ? യൂട്യൂബ് തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടില്ല. ഇനി യൂട്യൂബും കൂടെ കാണണല്ലോ. അല്ല, അശ്വതി യൂട്യൂബ് തുടങ്ങാൻ പോകുന്നല്ലോ പറഞ്ഞേ. സബ്സ്ക്രൈബ് ചെയ്യണ്ട. ഞാനീ പറയുന്ന അവര് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇതിലാണ്. അത് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് കേട്ടോ. അത്യാവശ്യം ഒരു ഇന്റർവ്യൂല് പരിചയപ്പെട്ട, പിന്നെ പോയിട്ടില്ല. ഞാൻ ഒത്തിരി ഇന്റർവ്യൂ എടുത്താലും എനിക്ക് അങ്ങനെ ഭയങ്കര, ഞാൻ അങ്ങനെ ഇന്റർവ്യൂ എടുക്കും പോകും അങ്ങനെ. പക്ഷെ ഋതു ചേച്ചി എടുത്ത് ഞാൻ ഭയങ്കര, ഇന്നലെ നമ്മള് 1 മണിക്കൂർ സംസാരിച്ചു. 1 മണിക്കൂർ ഇടയ്ക്ക് വിളിച്ചപ്പോ ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തു. ആരോടെ സംസാരിക്കും 1 മണിക്കൂർ? കലിപ്പം തന്നെ നിങ്ങൾ. അങ്ങനെയല്ല, കോമൺ ആയിട്ട് സ്ക്രീൻഷോട്ട് ആയിട്ട് ചോദിച്ചില്ല. ഞാൻ അച്ഛനോട് മെഡിക്കോണ്ടിരിക്കും ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്റർവ്യൂ വിളിച്ച് ഞാൻ ആളോട് സംസാരിക്കും. ഞങ്ങൾ വന്നില്ല, ഇന്നലെ വിളിച്ച് ഇന്ന് വന്നില്ലേ? കാരണം നമ്മൾ ആ ഒരു ബോണ്ടിങ് ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ വന്നേ. അത് തൊടുപുഴേ ഓടി തൃപ്പൂണിത്തറ എത്തി. കണക്ക് പറയും, കണക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനിയും കുറച്ചുകൂടി കാര്യങ്ങളിൽ എത്തിയിട്ട് നമുക്ക് ഒന്നുകൂടി ഇന്റർവ്യൂ എടുക്കാം. വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഞാൻ ഏത് ചാനലിൽ കയറി ഋതു ചേച്ചി നിങ്ങളെ ഇന്റർവ്യൂ വിളിക്കും, കറക്റ്റ് ഒരു മാസം ഞാൻ അവിടെ നിന്ന് പോകും, അടുത്ത ചാനലിൽ കയറും, ഞാൻ അടുത്ത ഒരു ഇന്റർവ്യൂ വിളിക്കും. അല്ല, അതുകൊണ്ട് ഇത്രയും ചാനൽ എക്സ്പീരിയൻസ് കിട്ടിയില്ലേ നിനക്ക്? ഇനി ഇവിടെ നിന്ന് എന്നാണോ നിന്നെ ഇന്റർവ്യൂ എടുക്കാം, അപ്പൊ എനിക്ക് ആ ചാനലിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും പോകും. അങ്ങനെയായിരുന്നു. അതല്ല, ഏഞ്ചിൽ പോയൊരു ചാനലിൽ തന്നെ വിളിച്ചായിരുന്നു. ഏഞ്ചിൽ അവിടെ ഇറങ്ങിപ്പോ ഋതുവിന്റെ ആങ്കറിങ്ങിന് വേക്കൻസി എന്ന് വരുന്നുണ്ടോ അപ്പൊ എന്നോട് ചോദിച്ചു, ഏഞ്ചിൽ ചവിട്ടി പുറത്താക്കിയോ? ഞാൻ അവിടുന്ന് ഇറങ്ങും, ചേച്ചിക്ക് അപ്പൊ അവിടുന്ന് കോൾ 2 ചാനലിൽ തന്നെ വിളിച്ചായിരുന്നു ആങ്കറായിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമുക്ക് ഒത്തിരി ഇന്റർവ്യൂ കൊച്ചു ഒന്ന് സംസാരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് സംസാരിക്കത്തില്ല, കാരണം അങ്ങനെ വീട്ടിൽ അങ്ങനെ പെട്ടെന്ന് നിങ്ങളെ പിള്ളേരൊന്നുമില്ല, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കാരണം എല്ലാം ഇച്ചിരി താമസിച്ചായിരുന്നു, എണീക്കുന്ന നടക്കുന്നൊക്കെ താമസിച്ചായിരുന്നു. അപ്പൊ സംസാരിക്കത്തില്ല പുള്ളി. കുറച്ച് പയ്യെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അങ്ങനത്തെ കേസ് ഇങ്ങനെ ഇപ്പൊ ഇവൻ വന്നതിന് ശേഷം ഈ ഇടയ്ക്കായിട്ടാണ് കുറച്ച് ഹാപ്പി ആയിട്ട് വന്ന് തുടങ്ങിയത്. എപ്പോഴും പുള്ളി എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഒരു എന്താ ഇങ്ങനെ മൂകമായിട്ട് ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ടൈപ്പിലാണ് കൊച്ച്.
ഇന്ന് ഹാപ്പി ഞങ്ങളുടെ ഇവിടെ ഒന്ന് വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.